നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം 15-ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പൂക്കള മത്സരം ഉൾപ്പെടെ വിവിധ ഇനം മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ 62ാമത് ഓണാഘോഷ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. INTUC ആനക്കല്ല് യൂണിയൻ 50ാം വാർഷികം ആഘോഷിച്ചു. ആനക്കല്ല് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലായിരുന്നു വാർഷികാഘോഷം. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം 15-ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു. മോണോ ആക്ട് മിമിക്രി, സ്വന്തമായി രചിച്ച നാടകത്തിന്റെ അവതരണം എന്നീ മത്സരങ്ങളാണ് അരങ്ങേറിയത്. ഈ 3 മത്സരത്തിലും 1ാം സ്ഥാനം നേടി കലാപ്രതിഭയായ കലാധർ കലേഷിനെ ചടങ്ങിൽ ആദരിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ ആദരവ് നിർവഹിച്ചു. പ്രിയമുള്ളവരെ, പാലിശ്ശേരി പ്രദേശത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ സുവർണ ലിപികളാൽ എഴുതപ്പെടാവുന്ന രീതിയിലുള്ള മഹനീയമായിട്ടുള്ള വ്യക്തിത്വമാണ് നമ്മളെല്ലാവരും ആരാധനയോടുകൂടി നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്ന, ഇഷ്ടമുള്ള, സ്നേഹമുള്ള, കുട്ടാപ്പ് എന്ന് വിളിക്കുന്ന കലാധർ കലേഷ്. കഴിഞ്ഞ സ്കൂൾ തലത്തിലുള്ള കലോത്സവത്തിൽ മോണോ ആക്ടിലും മിമിക്രിയിലും സ്വന്തമായിട്ട് രചിച്ച നാടകരചനയിലൂടെ സ്കൂൾ തലത്തിൽ 1ാം സ്ഥാനം കൈപ്പറ്റി കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രദേശത്തെ തന്നെ എല്ലാവരുടെയും മനസ്സിന് ഹരം പകരുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായി കുട്ടിക്കാലം മുതൽ തന്നെ ഈ പ്രവർത്തനത്തെ സാംസ്കാരിക പ്രവർത്തന രംഗത്ത് മാറ്റുള്ള ഒരു വ്യക്തിത്വമായി കുട്ടാപ്പ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ വീടിൻ്റെയും ഈ പ്രദേശത്തെയും മാത്രം തന്നെയല്ല, ഈ പഞ്ചായത്തിനപ്പുറത്തും ഒരു വലിയ ഒരു ആരാധക വൃന്ദമുള്ള ഒരു മഹനീയമായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിട്ട് കുട്ടാപ്പ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനേക്കാൾ ഉപരിയായി കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹം സ്വന്തം കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും വാസനകളും പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ വീടിന് ചുറ്റുമുള്ള തൻ്റെ പ്രായമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും കലാപരമായിട്ടുള്ള സൃഷ്ടികൾ രചിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥാപനം സ്വന്തം വീടിനോട് ചേർന്ന് തന്നെ ആരംഭിക്കണമെന്നുള്ള ആഗ്രഹം സ്വന്തം മാതാപിതാക്കളോട് അത് പറയുകയും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനോട് തന്നെ കൂറു പുലർത്തിയ മാതാപിതാക്കൾ അത്തരത്തിലുള്ളൊരു സ്ഥാപനം, കലാമന്ദിരം എന്നുള്ളൊരു സ്ഥാപനം ആരംഭിക്കുകയും ഈ പ്രദേശത്ത് സാംസ്കാരിക പ്രവർത്തനത്തിൽ മുഖ്യമായിട്ടുള്ളൊരു പങ്കാളിത്തം വരിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു മാതൃകാപരമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. വാർഡ് പ്രസിഡന്റ് KS സുജേഷ് അധ്യക്ഷനായി. മുതിർന്ന നേതാക്കളായ KK ദിവാകരൻ, NP തിലകൻ, TK ഷാജു, മുൻ മെമ്പർ വിനയ സച്ചിൻ, ലളിതാദാസൻ, NV സത്യൻ, PG വിജയകുമാർ, VM ജോഷി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് NR അഖിൽ, അബിയ റോയ്സൺ എന്നിവർ സംസാരിച്ചു. ഞാൻ സെന്റ് സേവിയേഴ്സ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ സ്കൂളിലെ കലാപ്രതിഭയാണ്. അപ്പോൾ ഈ ജോൺസൺ മാഷ് പറഞ്ഞ പോലെ ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് ട്യൂഷൻ ക്ലാസ്സുമായി. അതേപോലെ ഇവിടെ എല്ലാ ശനിയാഴ്ചയും ഓരോരോ പരിപാടികൾ നടക്കാറുണ്ട്. അതേപോലെ പാട്ട്, ഡാൻസ് ഒക്കെ പഠിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ സ്ഥാപനം എനിക്ക് ഭയങ്കര ഇതായിരുന്നു. കാരണം എനിക്ക് എൻ്റെ കൂട്ടുകാർക്കായാലും കുറേ പേർക്ക് സ്റ്റേജിൽ കയറാൻ പേടിയുള്ളവരുണ്ടായിരുന്നു. അവരുടെയൊക്കെ പേടിയും മടിയൊക്കെ ഈ സ്ഥാപനത്തിലൂടെ എനിക്കും എൻ്റെ അച്ഛനും അവരെ മാറ്റാൻ കഴിഞ്ഞു. അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എൻ്റെ സ്കൂളിനോടാണ്. എനിക്കിങ്ങനൊരു കലാപരമായൊരു ഇതുണ്ട് എന്ന് ഞാൻ അറിഞ്ഞ തന്നെ സ്കൂളിൽ കലോത്സവം അങ്ങനെ പരിപാടികളിലൂടെയാണ്. അതുകൊണ്ട് ഞാൻ സ്കൂളിനോട് എൻ്റെ മനസ്സ് തുറന്ന് നന്ദി പറയുന്നു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പൂക്കള മത്സരം ഉൾപ്പെടെ വിവിധ ഇനം മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ 62ാമത് ഓണാഘോഷ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായിട്ടാണ്
മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ജൂൺ 29 മുതൽ സെപ്റ്റംബർ 8 വരെ നീണ്ടു നിൽക്കുന്നതാണ് ഓണാഘോഷ ഗ്രാമോത്സവം. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന മത്സരങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് 62ാമത് ഓണാഘോഷ ഗ്രാമോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് നമ്മൾ ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും അഭേദ്യമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൂക്കള മത്സരമാണ്. ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ പൂക്കളാൽ പൂക്കൾ ഉപയോഗിച്ച് കളങ്ങളിടുക. അതിനേക്കാൾ ഉപരിയായിട്ടൊരു കാർഷിക സമൃദ്ധിയുടെ സന്ദേശം വിളിച്ചു നോക്കുന്ന പ്രധാനപ്പെട്ട ഉത്സവാഘോഷമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം ഇന്ന് ഔപചാരികമായിട്ട് ആരംഭിക്കുകയാണ്. അതിൻ്റെ സമയം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. എല്ലാ കലാസമിതികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. പൂക്കള മത്സരം കൂടാതെ അക്ഷര ശ്ലോകം, കവിതാപാരായണം, ദേശഭക്തിഗാനം, നിമിഷപ്രസംഗം, ശാസ്ത്രീയ സംഗീതം, ഓടക്കുഴൽ വായന, ലളിതഗാനം, തബല എന്നീ ഇനം മത്സരങ്ങളാണ് നടന്നത്. പൂക്കള മത്സരത്തിൽ 7 ക്ലബ്ബുകളാണ് പങ്കെടുത്തത്. മത്സരത്തിൽ നവജീവൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 1ാം സ്ഥാനം നേടി. പ്രകാശ് ക്ലബ്ബിനാണ് 2ാം സ്ഥാനം. സാന്റോസ് ക്ലബ്ബും ലഗാൻ ക്ലബ്ബും 3ാം സ്ഥാനം പങ്കിട്ടു. INTUC ആനക്കല്ല് യൂണിയൻ 50ാം വാർഷികം ആഘോഷിച്ചു. ആനക്കല്ല് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലായിരുന്നു വാർഷികാഘോഷം. INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി അധ്യക്ഷനായി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ, അവണിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CK അനന്തകൃഷ്ണൻ, കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി, തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സ് വൈസ് പ്രസിഡന്റ് MR ഫ്രാൻസിസ്, പാക്കിംഗ് കേസ് മാനുഫാക്ചറിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് ടോണി ഏനോക്കാരൻ, യൂണിയൻ ലീഡർ KF ജോഷി, യൂണിയൻ സെക്രട്ടറി MA അനൂപ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പെരുമ്പള്ളിശ്ശേരിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. ബൈക്ക് യാത്രികനായ സുനിലിനാണ് പരിക്കേറ്റത്. ഇന്ന് ഉച്ചയോടെ പെരുമ്പള്ളിശ്ശേരി സെന്ററിന് സമീപമായിരുന്നു അപകടം. പെരുമ്പള്ളിശ്ശേരി സെന്ററിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്നതിനിടെ സുനിൽ സഞ്ചരിച്ച ബൈക്കിന് നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. ഇതോടെ ബൈക്ക് റോഡിന്റെ വലതുവശത്തേക്ക് അമിത വേഗത്തിൽ ഓടിക്കയറുകയും എതിരെ വന്ന കാറുമായി കൂട്ടിയിടിക്കുകയുമായിരുന്നു. തൃശൂരിൽ നിന്ന് ഇരിങ്ങാലക്കുടയിലേക്ക് പോവുകയായിരുന്നു കാർ യാത്രികർ. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ പാക്സ് പ്രവർത്തകർ ഉടൻ തന്നെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബൈക്കും കാറും ഭാഗികമായി തകർന്നു. ഭിന്നശേഷി കുട്ടികൾക്കായുള്ള ഓർത്തോ ഉപകരണങ്ങളുടെ വിതരണവും ഓണാഘോഷവും ചേർപ്പിൽ നടന്നു. സമഗ്ര ശിക്ഷ കേരള തൃശൂർ, ചെർപ്പ് BRC എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ഓർത്തോ ഉപകരണ വിതരണവും ഓണാഘോഷവും സംഘടിപ്പിച്ചത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡംഗം പ്രജിത്ത് ഓണപ്പാട്ട് ആലപിച്ച ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി കുട്ടികൾക്കുള്ള ഷൂസും അദ്ദേഹം വിതരണം ചെയ്തു. സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ച 22 ഓണക്കോടികളുടെ വിതരണം അഡ്വക്കേറ്റ് തോമസ് ജോൺ നിർവഹിച്ചു. BPC പരിശീലക ഡോക്ടർ സോണിയ വിശ്വം അധ്യക്ഷയായി. BPC അംഗം KR ബിനി, ഓട്ടിസം സെന്ററിലെ അധ്യാപികമാരായ ശിശിര, ശ്രീമോൾ, PT അംഗങ്ങൾ, രക്ഷിതാക്കൾ എന്നിവർ ഓണാഘോഷത്തിന് നേതൃത്വം നൽകി. തുടർന്ന് കുട്ടികളും രക്ഷിതാക്കളും അവതരിപ്പിച്ച കലാപരിപാടികൾക്ക് ശേഷം ഓണസദ്യയുമുണ്ടായിരുന്നു. കോമള
വേണം കുഴൽ വേണം പുരാള വേണം തൊലി എന്തെന്നറിയാത്ത തല കഴിക്കാനറിയാത്ത കാവാലൻ ചിന്തന്നിതാ ജയിച്ചു വന്നേ നോലകൾ മാടി മാടി പടിഞ്ഞാറ് പെരുമ്പള്ളിശ്ശേരിയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ ഓണാഘോഷം സംഘടിപ്പിച്ചു. 21 വാർഡിലെ തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങളാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി വാർഡ് മെമ്പർ പ്രിയലത പ്രസാദിന് ഓണക്കോടിയും ചടങ്ങിൽ സമ്മാനിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചെർപ്പ് ഏരിയ കമ്മിറ്റിയുടെ ടൈലർ ടച്ച് ഉൽപ്പന്നങ്ങളുടെ പുതിയ കൗണ്ടർ പ്രവർത്തനം തുടങ്ങി. ചെർപ്പ് ഏരിയയുടെ 5ാമത് കൗണ്ടറാണ് വള്ളിശ്ശേരി തിരുവോണം ഫാബ്രിക്സ് എന്ന പേരിൽ ആരംഭിച്ചത്. അസോസിയേഷൻ ജില്ലാ ട്രഷറർ PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. 362 നമ്പർ കൗണ്ടറിന്റെ ഉദ്ഘാടനം നടത്തപ്പെട്ടിരിക്കുകയാണ്. ഈ കത്തിച്ചു വെച്ച നിലവിളക്ക് പോലെ തന്നെ അത് നല്ല ഉയർച്ചയിലേക്ക് എത്തട്ടെ, അതിനുവേണ്ടി എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാം നമുക്ക് എല്ലാവർക്കും കൂടി ഇവരെ അനുഗ്രഹിച്ച് ചെയ്യാം. നമ്മളെ സംബന്ധിച്ച് തൃശ്ശൂരിൽ 120 കൗണ്ടർ, ഇപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള കൗണ്ടറുകൾ 120 ആയി കഴിഞ്ഞു. അതിൽ ആദ്യം തുടങ്ങിയ കൗണ്ടറുകളിലൊക്കെ ഒരു വലിയ വസ്ത്ര സ്ഥാപനത്തിൽ പോയി അത്രയും നിറച്ച് കാണുന്ന രീതിയിലേക്ക് വസ്ത്രങ്ങൾ കയറി കഴിഞ്ഞു. ഇവിടെ ഈ കുട്ടി സ്റ്റാർട്ടിങ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വിറ്റ് വരുന്ന സാധനങ്ങളൊക്കെ അന്നാന്ന് തന്നെ ഇല്ലാത്ത സാധനങ്ങൾ, വെറൈറ്റി സാധനങ്ങൾ എപ്പോഴും പർച്ചേസ് ചെയ്യാൻ ആ കുട്ടിക്ക് കൗണ്ടർ നമ്പർ എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ കുട്ടി ചെയ്യും. നമ്മളെ സംബന്ധിച്ച് നമുക്ക് വളരെ ആത്മാഭിമാനത്തോടു കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ സംഘടന ശരിക്കും പറഞ്ഞ CSR ഫണ്ടൊക്കെ വാങ്ങി അത്രയും വളരെ ഭംഗിയായിട്ട് സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അതിലുണ്ടായിരുന്ന ട്രസ്റ്റ് അതിഗംഭീരമായി മുന്നോട്ട് പോയി. ജില്ലാ വൈസ് പ്രസിഡന്റ് TA ജോസഫ് ആദ്യ വിൽപ്പന നടത്തി. ഏരിയ പ്രസിഡന്റ് KS ബാലകൃഷ്ണൻ, യൂണിറ്റ് പ്രസിഡന്റ് TB രമേശ്, പ്രസിഡന്റ് PS ജയലക്ഷ്മി, കടയുടമ MB സുമിത്ര, അവണിശ്ശേരി യൂണിറ്റിന്റെ പ്രധാന പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ ശാസ്ത്രമേളയിൽ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. 28 സ്കൂളുകൾ മാറ്റുരച്ച ജില്ലാ ശാസ്ത്രമേളയിലാണ് ആതിഥേയ സ്കൂൾ 262 പോയിന്റ് നേടി ഓവറോൾ ചാമ്പ്യൻഷിപ്പിന് അർഹരായത്. മികച്ച പ്രകടനത്തോടെയാണ് നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയത്. തൃശൂർ സീമേറ്റിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ഡോക്ടർ SN പോറ്റി ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര പരീക്ഷണത്തിലൂടെ ഐസ് ക്യൂബിന് തീ പകർന്നാണ് അദ്ദേഹം ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്തത്. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് KS ജയചന്ദ്രൻ അധ്യക്ഷനായി. പ്രോഗ്രാം കൺവീനർ KR വിജയലക്ഷ്മി, ജില്ലാ സെക്രട്ടറി MV വിനോദ്, വൈസ് പ്രസിഡന്റ് C രാഗേഷ്, കൃഷ്ണൻകുട്ടി, വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ KS സുഗേഷ് എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ 28 സ്കൂളുകളിൽ നിന്ന് 53 ഇനങ്ങളിലായി 700ഓളം കുട്ടികളാണ് ജില്ലാ ശാസ്ത്രമേളയിൽ പങ്കെടുത്തത്. 212 പോയിന്റ് നേടി സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ 2ാം സ്ഥാനവും 172 പോയിന്റോടെ കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സ്കൂൾ 3ാം സ്ഥാനവും സ്വന്തമാക്കി. ശ്രീകാന്ത് ഗുരുപദം, സൗമ്യ സുരേഷ് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിൽ സ്ഥാപിച്ച LED ഹൈമാസ്റ്റ് ലൈറ്റ് പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ LED ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. ചാഴൂർ പഞ്ചായത്ത് 9ാം വാർഡിൽപ്പെടുന്ന ഹെർബർട്ട് കനാലിന് സമീപത്താണ് LED ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. CC മുകുന്ദൻ MLA LED ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ വികസനം പ്രഖ്യാപനം മാത്രമല്ല പ്രാവർത്തികമായ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നൊരു സമീപനമാണ് നമ്മുടെ പ്രസ്ഥാനത്തിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മേഖലയിലും പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉദ്ദേശിച്ച അടിസ്ഥാനത്തിലാണ് ഏകദേശം ഒരു 4-4.5 വർഷക്കാലം കൊണ്ട് നമ്മുടെ ഈ ചാഴൂർ പഞ്ചായത്തിൽ ഒരുവിധം കാര്യങ്ങൾ
ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള പലരുടെ ചില ആഗ്രഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്ത് ആഗ്രഹങ്ങളുണ്ടെങ്കിലും നമ്മൾ പ്രഖ്യാപിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ചെയ്തു തീർക്കും എന്നൊരു ഉറപ്പാണ് ഇവിടെ എത്തിച്ചേർന്ന ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS നജീബ്, വാർഡംഗം രമ്യ ഗോപിനാഥ്, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം EC രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപ ചെലവഴിച്ചാണ് LED ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. നാട്ടിക നിയോജക മണ്ഡലത്തിൽ 30 LED ഹൈമാസ്റ്റ് ലൈറ്റുകളാണ് സ്ഥാപിക്കുന്നത്. കഴിമ്പ്രം VPM SNDP ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ നൊസ്റ്റാൾജിയയുടെ 8ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും ആദരവും ഉൾപ്പെടുത്തിയാണ് നൊസ്റ്റാൾജിയ ആഘോഷം ഒരുക്കിയത്. കഴിമ്പ്രം VPM SNDP ഹൈസ്കൂളിലെ 1987-88 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് നൊസ്റ്റാൾജിയ. സന്തോഷ് K ശ്രീധരൻ വൈദ്യർ, ബിജോയ് ഭഗവതി പറമ്പിൽ, NP പ്രചോദ, ബിന്ദു മുരളി, സജന എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ND വേണു അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി ബിന്ദു മുരളി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഉപദേശക സമിതി ചെയർമാൻ ബിജു വിജയ്, ട്രഷറർ റോബിൻ ലാൽ എന്നിവർ സംസാരിച്ചു. തീരദേശ മേഖലയിൽ നിരവധി ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഹെൽത്ത് സൂപ്പർവൈസർ TP ഹനീഷ് കുമാറിനെ ചടങ്ങിൽ നൊസ്റ്റാൾജിയ ആദരിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് നൊസ്റ്റാൾജിയ പ്രത്യേക അവാർഡുകളും ചടങ്ങിൽ സമ്മാനിച്ചു. ആശാവർക്കർമാരും ആരോഗ്യ മേഖലയിലുള്ള ജൂനിയർ എക്സൈമാരും ജൂനിയർ നഴ്സുമാരും ഒക്കെ വന്ന് ഒരു ശൈലി സ്ക്രീനിങ് എന്ന് പറഞ്ഞുകൊണ്ട് ആധാർ കാർഡ് ഉൾപ്പെടെ ചോദിച്ച് ചിലപ്പോൾ ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും നിങ്ങളെ വീടുകളിൽ വന്നിട്ട് എന്തെങ്കിലും പ്രഷർ ഉണ്ടോ, ഷുഗർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, മറ്റ് അസുഖങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെ നടത്തുന്ന ആ പരിപാടി എന്ന് പറയുന്നത് 30 വയസ്സിൽ മേലുള്ള ആളുകൾക്കാണ്. അതിപ്പോൾ അടുത്ത അതിൻ്റെ ഘട്ടം എന്ന് പറയുന്നത് 18 വയസ്സിൽ മേലെയുള്ളവരിലേക്ക് അത് മാറ്റിയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അർത്ഥം നമ്മുടെ പുതിയ തലമുറ ജീവിതശൈലി രോഗങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രയാസമായി. അപ്പോൾ 18 എന്ന് പറയുമ്പോഴും ഏറ്റവും അവസാനം ഇപ്പം ഞങ്ങൾ വളരെ വിഷമത്തിലാക്കിയത് കഴിഞ്ഞ ദിവസം 15 വയസ്സുള്ള ഒരു കുട്ടി 15 വയസ്സുള്ള ഒരു കുട്ടി അറ്റാക്ക് വന്ന് മരിക്കുക. അപ്പോൾ അത് നമ്മുടെ മേഖല അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖല അതല്ലെങ്കിൽ നമ്മുടെ മനുഷ്യന്റെ ആരോഗ്യം എവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9315 രൂപ, പവന് 74,520 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം 15ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പൂക്കള മത്സരം ഉൾപ്പെടെ വിവിധ ഇനം മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ 62ാമത് ഓണാഘോഷ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. INDUC ആനക്കല്ല് യൂണിയൻ 50ാം വാർഷികം ആഘോഷിച്ചു. ആനക്കല്ല് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലായിരുന്നു വാർഷികാഘോഷം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.